നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. യൂത്ത് കോൺഗ്രസ് നേതാവ് വി.എസ്. സുജിത്തിനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്ന ആവശ്യം. പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസ്. കൊല്ലം ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ കോൺഗ്രസിന്റെ ജനകീയ പ്രതിഷേധ സദസ്സ്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം. ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി. അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോയ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ തിരികെ എത്തിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവ്. 10.05 കിലോ കഞ്ചാവുമായി 4 പേർ പിടിയിൽ. കായംകുളം കറ്റാനം സ്വദേശികളാണ് പിടിയിലായത്. കറ്റാനം നാമ്പുകുളങ്ങരയിൽ ഡാൻസ് ഓഫ് സംഘം നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. വിവാഹവസ്ത്രമണിഞ്ഞ് അഞ്ജനയ്ക്ക് നിത്യനിദ്ര. കഴിഞ്ഞ ദിവസം വാഹനാപകടത്തിൽ മരിച്ച തൊടിയൂർ സ്വദേശി അഞ്ജനയുടെ സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. അന്ത്യോപചാരം അർപ്പിക്കാൻ വൻ ജനാവലി. വിശദമായ വാർത്തകളിലേക്ക്. യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. കൊല്ലം ഈസ്റ്റ് സ്റ്റേഷന് മുന്നിലും പ്രതിഷേധ സദസ്സ് നടത്തി. ചൊവ്വല്ലൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സുജിത്തിനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടാണ് പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത്. ഇതിനു മുന്നോടിയായി റെയിൽവേ സ്റ്റേഷന് സമീപത്തു നിന്നും ആരംഭിച്ച മാർച്ച് ഈസ്റ്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടത്തിയ യോഗം KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് അധികാരത്തിൽ വരുന്നതോടെ പോലീസ് സേനയിൽ നിന്നും ക്രിമിനലുകളെ ഒഴിവാക്കും. ക്രിമിനലുകൾക്ക് കേരള പോലീസിൽ സ്ഥാനമുണ്ടാകില്ല. പോലീസ് സേനയിൽ ശുദ്ധികലശം അത്യാവശ്യമാണെന്നും സാധാരണക്കാരന്റെ നികുതി പണം കൊണ്ടാണ് പോലീസുകാർക്ക് ശമ്പളം നൽകുന്നതെന്നും ബിന്ദു കൃഷ്ണ പറഞ്ഞു. കേരളത്തിന്റെ ജനപ്രിയനായ പ്രതിപക്ഷ നേതാവ് ശ്രീ V.D. സതീശന്റെയും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശ്രീ രമേശ് ചെന്നിത്തലയുടെയും അതുപോലെ തന്നെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രവർത്തക സമിതി അംഗം ഇന്ത്യയിലെ ഇന്ത്യ മുന്നണിക്ക് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിജിയോടൊപ്പം നേതൃത്വം നൽകുന്ന ശ്രീ K.C. വേണുഗോപാൽ MP-യുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഈ വിഷയം ഏറ്റവും ഗൗരവമായി എടുത്തിരിക്കുകയാണ്. പോലീസിലെ ക്രിമിനലുകളെ വെച്ചു പറക്കുകയില്ല. കാലം സാക്ഷി, ചരിത്രം സാക്ഷി. ഇന്നേക്ക് 8 മാസം കഴിയുമ്പോൾ കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പ്രിയപ്പെട്ട നാട്ടുകാരുടെ പിന്തുണയോടുകൂടി അധികാരത്തിൽ വരും. ഒരിക്കൽ കൂടി പറയുന്നു, അമ്മച്ചിയാണ് സത്യം. ഈ പോലീസിലെ ക്രിമിനലുകളെ ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്, എണ്ണം എടുത്തു വെച്ചിട്ടുണ്ട്. നിയമം വഴി സ്ഥാപിതമായ ഇന്ത്യൻ ഭരണഘടനയെ തൊട്ട് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. ഈ പോലീസിലെ ശുദ്ധീകരണം നടത്തും. ക്രിമിനലുകൾക്ക് കേരള പോലീസിൽ സ്ഥാനമുണ്ടാകില്ല മോനെ. അത് മാത്രം പറഞ്ഞുകൊണ്ട് ഇനി ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലിട്ട് പാവങ്ങളെ ഇടിക്കാൻ വരുന്ന പോലീസുകാര് ഒരു നിമിഷം ഓർക്കണം, ചോദിക്കാൻ കോൺഗ്രസുകാരുണ്ട്. പൗരബോധമുള്ളവരുണ്ട്. ചേട്ടനെ പിടിച്ചുകൊണ്ട് അന്യായമായി ആക്രമിച്ചാൽ കോൺഗ്രസ് നോക്കി നിൽക്കില്ല. പാലത്തറ രാജീവ്, MM സഞ്ജീവ് കുമാർ, കുരുവിള ജോസഫ്, അൻസാർ അസീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം. ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി. അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോയ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ തിരികെ എത്തിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. ദേവസ്വം ബെഞ്ചിന്റെ അനുമതി വാങ്ങുന്നതിന് മതിയായ സമയമുണ്ടായിരുന്നു. എന്നിട്ടും അനുമതി വാങ്ങാതെ ഇപ്രകാരം ചെയ്തത് ശരിയല്ലെന്ന് കോടതി നേരത്തെ വാക്കാൽ നിരീക്ഷിച്ചിരുന്നു. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ദേവസ്വം ബോർഡിന് തിരിച്ചടി. ചെന്നൈയിലേക്ക് കൊണ്ടുപോയ ശബരിമല ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശിയ പാളി തിരികെ എത്തിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. കേസ് പരിഗണിച്ച കോടതി ദേവസ്വം ബോർഡിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശിയ പാളികൾ നന്നാക്കാൻ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. കോടതി അനുമതിയില്ലാതെ സ്വർണ്ണപ്പാളി ഇളക്കിയെന്നാണ് സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട്. കോടതിയുടെ അനുമതിയോടെ മാത്രമേ സന്നിധാനത്ത് സ്വർണ്ണപ്പണികൾ നടത്താൻ പാടുള്ളൂ എന്ന ഹൈക്കോടതി നിർദ്ദേശം പാലിക്കാത്തത് വീഴ്ചയാണെന്ന് വ്യക്തമാക്കി കമ്മീഷൻ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ സ്വർണ്ണപ്പാളി ഇളക്കി മാറ്റിയത് അറ്റകുറ്റപ്പണിക്ക് വേണ്ടിയാണെന്നും പിഴവുകൾ ഉണ്ടായിട്ടില്ലെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പ്രതികരിച്ചിരുന്നു.
കോടതിയുടെ അനുമതിയോടെ മാത്രമേ സന്നിധാനത്ത് സ്വർണ്ണപ്പണികൾ പാടുള്ളൂവെന്ന ഹൈക്കോടതി നിർദ്ദേശം പാലിക്കാത്തത് ഗുരുതര വീഴ്ചയാണെന്ന സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് സാങ്കേതികം മാത്രമാണെന്നും സ്വർണം പൂശിയ പാളികളുടെ അടക്കം സർവാധികാരി തിരുവാഭരണ കമ്മീഷണറാണെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞിരുന്നു. അയ്യപ്പ സംഗമത്തിന് അവമതിപ്പുണ്ടാക്കാൻ ഗൂഢശ്രമം നടക്കുന്നതായും അദ്ദേഹം ആരോപിച്ചിരുന്നു. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയത് താന്ത്രിക നിർദ്ദേശപ്രകാരമാണെന്നും സുരക്ഷിത വാഹനങ്ങളിലാണ് ചെന്നൈയിലേക്ക് കൊണ്ടുപോയതെന്നും ദേവസ്വം ബോർഡ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരുന്നു. ദേവസ്വം ബോർഡ് തീരുമാനപ്രകാരമാണ് സ്വർണ്ണപ്പാളികളുടെ അറ്റകുറ്റപ്പണി നടക്കുന്നത്. ആരോപണങ്ങൾ ചില കേന്ദ്രങ്ങളിൽ നിന്നുള്ള സംഘടിത ഗൂഢശ്രമമാണെന്ന് കരുതുന്നുവെന്നും ദേവസ്വം ബോർഡ് ഇറക്കിയ കുറിപ്പിൽ പറഞ്ഞിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. വിവാഹ വസ്ത്രമണിഞ്ഞ് അഞ്ജനയ്ക്ക് നിത്യനിദ്ര. കഴിഞ്ഞ ദിവസം വാഹനാപകടത്തിൽ മരിച്ച തൊടിയൂർ സ്വദേശി അഞ്ജനയുടെ സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തീകരിച്ച ശേഷം കരിന്തോട്ടുവ സഹകരണ ബാങ്കിൽ പൊതുദർശനത്തിന് ശേഷമായിരുന്നു വീട്ടുവളപ്പിൽ സംസ്കാരം. നവവധുവായി ഒരുങ്ങാൻ 1 മാസം മാത്രം ബാക്കിയിരിക്കെ ആ വീട്ടുമുറ്റത്ത് വിവാഹവേഷത്തിൽ നിത്യനിദ്രയിലേക്ക് യാത്ര പോകുന്ന പ്രിയപ്പെട്ടവളെ കണ്ടു നിൽക്കാനാകാതെ എല്ലാവരും സങ്കടത്തിലായിരുന്നു. ഒട്ടേറെ സ്വപ്നങ്ങളുമായി പുതുജീവിതത്തിലേക്ക് നടന്നെടുക്കവേ അപകടം അഞ്ജനയുടെ ജീവൻ കവർന്നെടുക്കുകയായിരുന്നു. 5 വർഷം മുമ്പാണ് അഞ്ജനയുടെ അച്ഛൻ SB മോഹനൻ മരിച്ചത്. തൊടിയൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ അരമത്തുപട ബ്രാഞ്ചിലെ ജീവനക്കാരിയായ അമ്മ അജിതയായിരുന്നു ഏക ആശ്രയം. അമ്മയ്ക്ക് തുണയാകാനും സ്വന്തം ജീവിതം കെട്ടിപ്പടുക്കാനും അവൾ പഠിച്ചു. പരീക്ഷ എഴുതി. ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമായിട്ട് മാസങ്ങളെയായുള്ളൂ. 1 വർഷം മുമ്പാണ് വിവാഹം ഉറപ്പിച്ചത്. ജോലി ലഭിച്ച ശേഷം വിവാഹം കഴിക്കൂ എന്ന നിലപാടിലായിരുന്നു അഞ്ജന. അതിനുവേണ്ടിയുള്ള പരിശ്രമത്തെ തുടർന്നാണ് സഹകരണ ബാങ്കിൽ ജോലി ലഭിച്ചത്. കൊല്ലം തേനി ദേശീയപാതയിൽ ശാസ്താംകോട്ട ഭരണിക്കാവ് ഊക്കൻമുക്കിന് സമീപം കഴിഞ്ഞ ദിവസം രാവിലെയായിരുന്നു അപകടം. അഞ്ജന സഞ്ചരിച്ച സ്കൂട്ടർ എതിരെ വന്ന സ്കൂൾ ബസ്സുമായി കൂട്ടിയിടിച്ച് നിയന്ത്രണം വിട്ട് സ്വകാര്യ ബസ്സിലിടിച്ചായിരുന്നു അപകടം. അഞ്ജനയ്ക്ക് അന്ത്യോപചാരം അർപ്പിക്കാൻ സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ളവരും എത്തിയിരുന്നു. തൊടിയൂർ സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാരിയായ അജിതയുടെ മകൾ. ഈ പെൺകുട്ടി വളരെ കുറച്ച് ദിവസം വരെയായിരുന്നു കരിന്തോട്ടുവ സർവീസ് സഹകരണ ബാങ്കിൽ ജോലിയിൽ പ്രവേശിച്ചത്. അതിനു മുമ്പ് ചവറ പട്ടപ്പാലം സർവീസ് സഹകരണ ബാങ്കിൽ കുറച്ച് നാൾ ജോലി ചെയ്തു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പരീക്ഷയിലും ഈ കുട്ടി വിജയിയായി റാങ്ക് ലിസ്റ്റിൽ അതുപോലെ തന്നെ ഈ കുട്ടി വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയായിരുന്നു. ഇതിൻ്റെ കല്യാണ നിശ്ചയം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നടന്നു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷന് മുന്നിൽ ജനകീയ പ്രതിഷേധ സദസ്സ് നടത്തി. യൂത്ത് കോൺഗ്രസ് നേതാവ് VS സുജിത്തിനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധ സദസ്സ് നടത്തിയത്. കൊല്ലം ജില്ലയിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിലും കോൺഗ്രസ് നടത്തിയ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ശാസ്താംകോട്ടയിലും ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത്. ചൊവ്വല്ലൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുജിത്തിനെ അകാരണമായി മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടാണ് കൊല്ലം ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ ജനകീയ പ്രതിഷേധ സദസ്സ് നടത്തിയത്. ജില്ലയിലെ 36 പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിലാണ് സമരം സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായാണ് ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിന് മുന്നിലും ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത്. KPCC സെക്രട്ടറി P. ജർമിയാസ് പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. സർവീസിൽ നിന്ന് പിരിച്ചുവിടണം. ഇവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന്, ഇവരെ കോടതിയുടെ മുമ്പിൽ കൊണ്ടുവന്ന്, ഇവരെ കൽത്തുറുങ്കിൽ അടയ്ക്കുവാനുള്ള നടപടി സ്വീകരിക്കുവാൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിന്റെ പിണറായി വിജയൻ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന DGPയോടും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നിയമത്തിന്റെ മുമ്പിൽ ഈ കാട്ടാളന്മാരെ കൊണ്ടുവരണമെന്ന് ASI റഹ്മാൻ, CPOമാരായ സന്ദീപ്, സജീവൻ, ശശീന്ദ്രൻ എന്ന് പറയുന്ന ഈ 4 കാട്ടാളന്മാരാണ്. മനുഷ്യപ്പറ്റില്ലാത്ത പോലീസിലെ ഈ മൃഗങ്ങളാണ് നമ്മുടെ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ സുജിത്തിനെ ഏറ്റവും പൈശാചികമായി മർദ്ദിച്ചത്. വൈ ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. 2ാം തവണ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ പോലീസുകാരെ തുറന്നു വിട്ടിരിക്കുകയാണ്. അവർക്ക് എന്തും ചെയ്യാനുള്ള ലൈസൻസ് കൊടുത്തുകൊണ്ട് അദ്ദേഹം ഈ അടുത്ത സമയത്ത് നടത്തിയ ജനകീയ സദസ്സിനെ സംബന്ധിച്ച് നമുക്കറിയാം. കേരള നവോത്ഥാന സദസ്സുകൾ സംസ്ഥാനത്ത് സൃഷ്ടിച്ചപ്പോ അതിനെതിരായി മുദ്രാവാക്യം മുഴക്കിയ യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകരെ തുണ്ടൽ നൌഷാദ്, ദിനേശ് ബാബു, ഷിജു കോശി വൈദ്യൻ, PM സെയ്ദ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.
ചാരായവുമായി 2 പേർ അറസ്റ്റിൽ. കിഴക്കേക്കല്ലട സ്വദേശികളായ ഗോപാലകൃഷ്ണൻ, ഗിരീഷ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്നും 20 ലിറ്റർ ചാരായവും 25 ലിറ്റർ സ്പെൻ വാഷും വാറ്റുപകരണങ്ങളും പിടിച്ചെടുത്തു. ചാരായവുമായി 2 പേരെയാണ് ശാസ്താംകോട്ട എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ N. അബ്ദുൽ വഹാബും സംഘവും പിടികൂടിയത്. കിഴക്കേക്കല്ലട താജത്ത് മുറിയിൽ ചെറുകാളി വീട്ടിൽ ഗോപാലകൃഷ്ണൻ, കിഴക്കേക്കല്ലട താജത്ത് മുറിയിൽ സരിതാ ഭവനത്തിൽ ഗിരീഷ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവർ സഞ്ചരിച്ച ബൈക്കും കസ്റ്റഡിയിലെടുത്തു. ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 20 ലിറ്റർ ചാരായവും 25 ലിറ്റർ സ്പെൻഡ് വാഷും വാറ്റുപകരണങ്ങളും കണ്ടെടുത്തു. ഇയാളുടെ സഹായിയായാണ് ഗിരീഷ് പ്രവർത്തിച്ചു വന്നത്. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായായിരുന്നു ശാസ്താംകോട്ട എക്സൈസ് പരിശോധന നടത്തിയത്. ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് എക്സൈസിന്റെ ഭാഗത്ത് നിന്ന് വളരെ വ്യാപകമായ രീതിയിൽ പരിശോധനകൾ നടന്നു വരുന്നതാണ്. അതിന്റെ ഭാഗമായി ശാസ്താംകോട്ട റേഞ്ച് ഓഫീസിലെ ഉദ്യോഗസ്ഥർ നടത്തിയ മികച്ച ഒരു എൻഫോഴ്സ്മെന്റ് പ്രവർത്തനമായിരുന്നു ഈ കണ്ടെത്തൽ. ഈ ഭാഗങ്ങളിൽ ഓണത്തോടനുബന്ധിച്ച് മറ്റ് വ്യാജ മദ്യം, ചാരായം എന്നിവയൊക്കെ ഒഴുകാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധന നടത്തി വരവെയാണ് ഈ ഗോപാലകൃഷ്ണനെ നമ്മൾ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. 10.05 കിലോ കഞ്ചാവുമായി 4 പേർ പിടിയിൽ. കാപ്പിൽ, കട്ടച്ചിറ, ഇലപ്പക്കുളം സ്വദേശികളാണ് പിടിയിലായത്. കറ്റാനം നാമ്പുകുളങ്ങരയിൽ ഡാൻസ് ഓഫ് സംഘം നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. കറ്റാനം, കട്ടച്ചിറ, നാമ്പുകുളങ്ങരയിൽ ജില്ലാ പോലീസ് മേധാവിയുടെ ഡാൻസ് ഓഫ് സംഘം നടത്തിയ പരിശോധനയിലാണ് 10.05 കിലോ കഞ്ചാവ് പിടികൂടിയത്. കാറിൽ കടത്തുകയായിരുന്നു കഞ്ചാവ്. സംഭവത്തിൽ കാപ്പിൽ സ്വദേശി റിയാസ് ഖാൻ, കായംകുളം യൂസഫ് മൻസിലിൽ യൂസഫ്, കട്ടച്ചിറ റംലത്ത് മൻസിലിൽ അമീൻ, ഇലിപ്പുകുളം പള്ളിക്കൽ വിനീത് പൊടിയൻ എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. പ്രദേശത്ത് കൂടുതൽ പരിശോധന നടത്തിവരികയാണെന്ന് എക്സൈസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കറ്റാനം. അഞ്ചൽ ചെമ്പകരാമനല്ലൂർ ചിറയിൽ ഒരു കൂട്ടം യുവാക്കളുടെ നേതൃത്വത്തിൽ കയാക്കിംഗ് വഞ്ചികൾ ഇറക്കിയത് കൗതുകമായി. അഞ്ചൽ ഇടമുളയ്ക്കൽ പഞ്ചായത്ത് നവീകരിച്ച ചിറയിലാണ് യുവാക്കൾ കയാക്കിംഗ് നടത്തിയത്. ചെമ്പകരാമനല്ലൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിലെ യുവാക്കളാണ് കയാക്കിംഗ് വഞ്ചി ഇറക്കിയത്. വൈകുന്നേരങ്ങളിൽ പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെയെത്തി സർവീസ് നടത്തുന്നത് നാട്ടുകാർക്ക് കൗതുക കാഴ്ചയായി. അമിത് ഷാജി മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റാണ് 3 കയാക്ക് വഞ്ചികളും ഇതിനാവശ്യമായ ഉപകരണങ്ങളും ചെമ്പകരാമനല്ലൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഭാരവാഹികൾക്ക് സൗജന്യമായി നൽകിയത്. ലൈഫ് ജാക്കറ്റ് ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയതിനു ശേഷമായിരിക്കും സഞ്ചാരികൾക്ക് ഇവിടെ ബോട്ടിംഗ് സവാരി അനുവദിക്കുന്നത്. നിലവിൽ കയാക്കിംഗ് വഞ്ചിയുടെ പരിശീലനമാണ് നടന്നുവരുന്നത്. ചിറയിൽ ബോട്ടിംഗ് സൗകര്യം ഏർപ്പെടുത്തിയതോടെ പ്രദേശത്ത് ടൂറിസത്തിന്റെ സാധ്യത കൂടി പരിശോധിച്ച് പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൂടുതൽ വിനോദസഞ്ചാരികളുടെ ശ്രദ്ധ ചിറയിലേക്ക് ആകർഷിക്കുന്നതിനും വേണ്ടുന്ന നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് അംഗം രാജീവ് കോശി പറഞ്ഞു. അമിത് ഷാജി മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് നമ്മുടെ ഈ പ്രദേശവാസികൾക്കായി 3 ബോട്ടുകൾ, കയാക്കിന്റെ 3 ബോട്ടുകൾ ഇതിനകം തന്നെ കൊടുത്തു കഴിഞ്ഞു. ഇനി ഒരു പെഡൽ ബോട്ട് വരാനുണ്ട്. വളരെ സന്തോഷത്തിലാണ് ഇവിടുത്തെ എല്ലാ ആളുകളും. ടൂറിസം മേഖലയ്ക്ക് വളരെ സാധ്യതകളുള്ള ഒരു പ്രദേശം എന്ന നിലയിൽ ചെമ്പകരാമനല്ലൂർ ചിറ അറിയപ്പെടും എന്നുള്ളതാണ്. നമുക്കിനി ഇവിടെ ഒത്തിരി അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വർദ്ധിക്കുവാനുണ്ട്. ലൈഫ് ജാക്കറ്റുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വന്നതിന് ശേഷം മാത്രമേ ഉള്ളൂ ഇത് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ ക്ലബ് അംഗങ്ങൾ അതിൻ്റെ ഒരു പരിശീലനത്തിലാണ്. ആ പരിശീലനത്തിന്റെ ഭാഗമായിട്ട് മാത്രമാണ് ഇന്നിപ്പോൾ ഇവിടെ ഇറങ്ങിയിരിക്കുന്നത് തന്നെ. എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും വർദ്ധിപ്പിച്ചതിന് ശേഷം എല്ലാ ആളുകൾക്കുമായി ഇത് തുറന്നു കൊടുക്കുന്നതാണ്. ചിറയിൽ കയാക്കിംഗ് വഞ്ചി ഇറക്കിയതോടെ വൈകുന്നേരങ്ങളിൽ കയാക്കിംഗ് സർവീസ് നടത്താൻ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. കഴിഞ്ഞ ഓണത്തിനായിട്ട് നാട്ടിലെ എല്ലാവരും, സ്ത്രീകളായാലും കുട്ടികളായാലും എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്. കാര്യം വൈകുന്നേര സമയം എല്ലാവർക്കും ആഘോഷിക്കാൻ പറ്റിയൊരു നല്ലൊരു പ്രോത്സാഹനം. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് കുണ്ടറയിൽ ജനകീയ പ്രതിഷേധ സദസ്സ് നടത്തി. കുണ്ടറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ സദസ്സ്. അടുത്ത 7 മാസം കഴിയുമ്പോൾ ഈ പിണറായി വിജയന്റെ ഭരണത്തിന്റെ അന്ത്യം കുറിക്കുന്നതിന്റെ ആരംഭമാണ് ഇവിടെ കുറിച്ചിട്ടുള്ളത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ UDF കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോൾ ഇതിനെല്ലാം കണക്ക് ചോദിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇക്കാലത്ത് പിണറായി വിജയൻ കേരളം ഭരിക്കുമെന്നുള്ള തോന്നൽ പോലീസ് സേനയ്ക്ക് ഉണ്ടാകേണ്ട. പോലീസ് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തിയാൽ അതിനെ ചോദ്യം ചെയ്യാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് UDF
നടന്നിട്ടുള്ള ഈ സമരം. കുണ്ടറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് നേതാവ് VS സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധ സദസ്സ്. കുണ്ടറ പോലീസ് സ്റ്റേഷന് മുന്നിൽ ജനകീയ പ്രതിഷേധ കൂട്ടായ്മ നടത്തി. KPCC വർക്കിംഗ് പ്രസിഡന്റ് PC വിഷ്ണുനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. പിന്നെ അടുത്ത മുറിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ CCTV ഉണ്ട്. അവിടെ ഇവരെല്ലാം ഞാൻ ചോദിക്കുന്നത് എന്തിനാണ്? അയാൾ കൊലപാതക കേസിലെ പ്രതിയാണോ? കൊലപാതക കേസിൽ ഒരു പ്രതി, അയാൾ ഒരു കൊടി സുനിയന TP ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇപ്പോൾ ഭരിക്കുന്ന CPM-ന്റെ ജില്ലാ കമ്മിറ്റിയിലും ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടും SFIയുടെ സംസ്ഥാന കമ്മിറ്റിയിലും ഒക്കെ പ്രവർത്തിച്ച് പിന്നീട് റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ ഒരു പാർട്ടി ഉണ്ടാക്കി അതിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന TP ചന്ദ്രശേഖരനെ 58 വെട്ടി കൊന്ന ക്രൂരനായ കൊലപാതകിയായ കൊടി സുനി അവനെ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവരുമ്പോ 3 പോലീസുകാരെ സോഡ ഒഴിച്ചു കൊടുക്കുന്നു. ആർക്ക്? കൊടി സുനിക്ക്. അവൻ വെള്ളമടിക്കുകയാണ് റോഡിൽ നിന്ന്. 51 വെട്ടി കൊന്ന് കോടതി ജീവപര്യന്തം ശിക്ഷിച്ച ഒരു കൊടും ക്രിമിനലിനെ അവന്റെ മദ്യത്തിന്, വിദേശ മദ്യത്തിന് സോഡ ഒഴിച്ചു കൊടുത്ത് അവരെല്ലാ സഹായവും കൊടുത്ത് നിൽക്കുന്ന ഒരു പോലീസിനെ നമ്മൾ കാണുന്നുണ്ട് ഇവിടെ കേരളത്തിൽ. കുണ്ടറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാജു D പണിക്കർ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി ആന്റണി ജോസ്, UDF ചെയർമാൻ കുരിപ്പള്ളി സലീം, K ബാബുരാജൻ, നീരൊഴുക്കിൽ സാബു, അനീഷ് പടപ്പക്കര, പെരുന്നാട് മുരളി, വിളവീട്ടിൽ മുരളി, കുണ്ടറ സുബ്രഹ്മണ്യം, സിന്ധു ഗോപൻ, G വിനോദ് കുമാർ, AK പ്രസന്നകുമാർ, M ജയശങ്കർ, പെരുമ്പുഴ ഗോപൻ, വിനോദ് G പിള്ള, P ജോൺകുമാർ, KC വരദരാജൻ പിള്ള എന്നിവർ പങ്കെടുത്തു. നമ്മുടെ നാടിന്റെ, നമ്മുടെ ഓരോ ജനതയുടെയും വിശ്വാസമാണ് ഓരോ വ്യക്തിയുടെയും ജീവനും സ്വത്തും സംരക്ഷിക്കുക എന്നുള്ള പോലീസിന്റെ ഉത്തരവാദിത്തം. നമ്മൾ സാധാരണക്കാരായ ആൾക്കാർ ഒരു വിഷയം വരുമ്പോൾ ആദ്യം അവരെ മനസ്സിൽ ഓടിയെത്തുന്നത് പഞ്ചായത്ത് മെമ്പർ കഴിഞ്ഞാൽ പിന്നെ പോലീസ് സ്റ്റേഷനാണ്. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വന്നൊരു പരാതി കൊടുത്തു കഴിയുമ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാകും എന്നായിരുന്നു ഇത്ര കാലം നമ്മൾ കരുതിയിരുന്നത്. പ്രത്യേകിച്ചും കുണ്ടറ സ്റ്റേഷനിലൊക്കെ അങ്ങനെയൊക്കെ തന്നെ നടന്നിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷെ ഒരു പോലീസുകാരൻ ചെയ്യുന്ന കുറ്റം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചീത്തപ്പേരാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ കണ്ടത് എത്രയോ ഭയാനകമായിരുന്നു. അപ്പൊ കാണാത്തത് എന്തൊക്കെ ആയിരിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ ഇവിടെ നിൽക്കുന്ന വനിതാ പോലീസുകാരോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ അമ്മമാരാണ്, സഹോദരിമാരാണ്. ഒരു പാവപ്പെട്ട പയ്യനായിട്ട് ഉപദ്രവിക്കുന്നത് പെറ്റമ്മ സഹിക്കുന്ന കാര്യമാണോ നിങ്ങൾ കണ്ടത്? നിങ്ങളുടെ മുന്നിൽ ഓരോ ചെറുപ്പക്കാർ വരുന്നുണ്ട്. നിങ്ങൾ MDMA കച്ചവടക്കാരെയും മറ്റുള്ള കഞ്ചാവ് കച്ചവടക്കാരെയൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, അല്ലെങ്കിൽ അവരോട് എങ്ങനെയാണ് പെരുമാറുന്നത്? അതിനൊക്കെ അപ്പുറം ഒരു പൂജാരിയായ പയ്യൻ, അവന്റെ ഒരു മാനസിക നിലവാരവും അവന്റെ ഒരു പശ്ചാത്തലമൊക്കെ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നതാണ്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. കന്നഡ ചിത്രം കാന്താര 2-ന് വിലക്ക്. കേരളത്തിൽ ചിത്രം പ്രദർശിപ്പിക്കില്ലെന്ന് ഫിയോക്ക്. തിയേറ്റർ ഷെയറിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് പ്രദർശന വിലക്കിന് കാരണം. കന്നഡ ചിത്രം കാന്താരയുടെ 2ാം ഭാഗത്തിനാണ് കേരളത്തിൽ വിലക്കേർപ്പെടുത്തിയത്. സംസ്ഥാനത്ത് ചിത്രം പ്രദർശിപ്പിക്കില്ലെന്ന് തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്ക് വ്യക്തമാക്കി. തിയേറ്റർ ഷെയറിന് ചൊല്ലിയുണ്ടായ തർക്കമാണ് കാരണം. സിനിമയുടെ ആദ്യ 2 ദിവസത്തെ കളക്ഷനിൽ നിന്ന് 55% തിയേറ്റർ ഷെയർ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഫിയോക്ക് സിനിമ കേരളത്തിൽ വിലക്കിയിട്ടുള്ളത്. പൃഥ്വിരാജും ലിസ്റ്റിൻ സ്റ്റീഫനും ചേർന്നാണ് കാന്താര 2 കേരളത്തിൽ പ്രദർശനത്തിന് എത്തിക്കുന്നത്. നിലവിൽ 50% ഇതര ഭാഷാ സിനിമകൾക്ക് തിയേറ്റർ ഷെയറായി നൽകുന്നത്. ഇത് 2 ആഴ്ചത്തേക്ക് നൽകണം എന്നതാണ് വിതരണക്കാരുടെ ഇപ്പോഴത്തെ ആവശ്യം. എന്നാൽ ഇത് അനുവദിക്കാനാകില്ലെന്നും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ സിനിമ പ്രദർശിപ്പിക്കില്ലെന്ന തീരുമാനത്തിലാണ് ഫിയോക്ക്. ന്യൂസ് ഡെസ്ക്, സൗത്ത് വിഷൻ. അനാദിയായി പടർന്നു കിടക്കുന്ന സമുദ്രത്തിൽ അങ്ങകലെ വലിയ കണ്ണീർ തുള്ളി പോലെ വെള്ളിയങ്കലിനെ കാണാമെന്ന് പറഞ്ഞ് മോഹിപ്പിച്ച എഴുത്തുകാരന് ഇന്ന് പിറന്നാൾ. മയ്യഴിയുടെ കഥാകാരൻ M മുകുന്ദൻ 83ന്റെ നിറവിൽ. മയ്യഴി പുഴയുടെ തീരങ്ങളിലിരുന്ന് വിശാലമായ ലോകം സ്വപ്നം കണ്ടയാളാണ് M മുകുന്ദൻ. ഫ്രഞ്ചുകാർ നാട് വിട്ടുപോയെങ്കിലും അവർ അവശേഷിപ്പിച്ച സംസ്കാരവും പൈതൃകവും നെഞ്ചേറ്റുന്ന ഒരു വലിയ വിഭാഗത്തിന്റെ പ്രതിനിധിയാണ് മുകുന്ദൻ എന്ന എഴുത്തുകാരൻ. ദാസനെയും അൽഫോൺസച്ചനെയും മാഗിമദാമയെയും ഒരുപോലെ കാണുന്നയാൾ. ജീവാത്മാവും പരമാത്മാവും മയ്യഴിയാണെങ്കിലും ആ എഴുത്തുകാരനെ സ്ഫുടം ചെയ്തെടുത്തത് ദില്ലി കാലമാണ്. ദില്ലി,
ഹരിദ്വാറിൽ മണികൾ മുഴങ്ങുമ്പോൾ ആദിത്യനും രാധയും മറ്റു ചിലരും എന്നിവയെല്ലാം ആ കാലത്തിന്റെ തീഷ്ണത നെഞ്ചേറ്റിയ രചനകളാണ്. എം മുകുന്ദന് കമ്മ്യൂണിസം ആശയം മാത്രമായിരുന്നില്ല. സമത്വസുന്ദരമായ സോഷ്യലിസ്റ്റ് ലോകം പുലരുന്ന സ്വപ്നം കണ്ടവരിൽ മുകുന്ദൻ മുന്നിലുണ്ടായിരുന്നു. സവർണ മേധാവിത്വ ചിന്തകളെ അങ്ങേയറ്റം വെറുത്തതിനൊപ്പം അതിനെ ചോദ്യം ചെയ്യാൻ ഒരു മാധ്യമം എന്ന നിലയിൽ എഴുത്തിനെ ഉപയോഗപ്പെടുത്തുക കൂടിയായിരുന്നു എം മുകുന്ദൻ. ആ മനസ്സിന്റെ വിഹ്വലത ഏറെയായിരുന്നു. ഭക്തിയും ലഹരിയും സമന്വയിക്കുന്ന ഹരിദ്വാറിലെ ജീവിതം മലയാളികൾ അറിഞ്ഞത് മുകുന്ദന്റെ രചനകളിലൂടെയാണ്. എംബസിയിലെ ജോലി മുകുന്ദനിലെ എഴുത്തുകാരനെ കൂടുതൽ മൂർച്ചയുള്ളതാക്കി. എഴുത്തുകാരന് നിലപാടുണ്ടെന്നും അത് സൃഷ്ടികളിൽ ഉയർത്തണമെന്നും എഴുത്തുകാരൻ എക്കാലത്തും മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയമാണ്. കാലങ്ങൾക്കിപ്പുറം എഴുത്തിന്റെ കുത്തൊഴുക്കിന് കുറവുണ്ടെങ്കിലും ആ രചനകളുടെ ഓളം ഇനിയും അടങ്ങിയിട്ടില്ല. മയ്യഴി നൽകിയ ബാല്യ കൗമാരകാലവും ജീവിതത്തിന്റെ വേരുറപ്പിച്ച ഡൽഹിയും തെളിവ് നൽകിയ ഉൾക്കാഴ്ചകളാണ് ഇപ്പോഴും കൈമുതൽ. എം മുകുന്ദൻ മലയാള സാഹിത്യത്തിൽ ആധുനികതര വക്താവും പ്രയോക്താവുമായ എഴുത്തുകാരനാണ്. റിയലിസത്തിന്റെ ആഖ്യാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആധുനികതയുടെ എഴുത്തുശൈലി ഭാഷയിലേക്ക് ആവാഹിച്ച മുകുന്ദൻ ആധുനികത മലയാളത്തിലേക്ക് എത്തിച്ചവരിൽ പ്രധാനിയാണ്. സ്വന്തം ദേശത്തിന്റെ ചരിത്രവും ജീവിതവും പശ്ചാത്തലമാക്കിയ കഥകളിലൂടെയാണ് മുകുന്ദൻ ശ്രദ്ധേയനായത്. ഒപ്പം അസ്തിത്വവാദപരമായ ആഖ്യാന ശൈലി മലയാളത്തിന് പുതിയ വായനാ അനുഭവം നൽകി. ന്യൂസ് ഡെസ്ക് സൗത്ത് വിഷൻ. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ സംസ്ഥാന വ്യാപക പ്രതിഷേധം. ഇതിന്റെ ഭാഗമായി കായംകുളം പോലീസ് സ്റ്റേഷന് മുന്നിൽ ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടാണ് സംസ്ഥാന വ്യാപകമായി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ച് നടത്തിയത്. കായംകുളം സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളം പോലീസ് സ്റ്റേഷനിലേക്കും മാർച്ച് സംഘടിപ്പിച്ചു. KPCC സെക്രട്ടറി N രവി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വ്യാപകമായി എല്ലാ പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിലും ഇതുപോലെയുള്ള പ്രതിഷേധ മാർച്ചും പ്രതിഷേധ സംഗമവും നടക്കുകയാണ്. അതിന്റെ ഭാഗം എന്ന നിലയിലാണ് കായംകുളം സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ പ്രതിഷേധ മാർച്ചും സംഗമവും കായംകുളം പോലീസ് സ്റ്റേഷന് മുന്നിൽ നടക്കുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട ആവശ്യം ഇതിനോടകം തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ കുന്നംകുളത്തെ യൂത്ത് കോൺഗ്രസിന്റെ ചെമ്മണ്ണൂർ മണ്ഡലം പ്രസിഡന്റ് ശ്രീ VS സുജിത്തിനെ അകാരണമായി പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സമയം മുതൽ ജീപ്പിൽ കയറ്റി തിരിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുചെല്ലുന്ന ആ സമയത്തെല്ലാം ക്രൂരമായ മർദ്ദനം അഴിച്ചുവിടുകയും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ വിവസ്ത്രനാക്കി അടിവസ്ത്രം മാത്രം ഇടിയിപ്പിച്ചുകൊണ്ട് വളരെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ട് ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ്. ആ മർദ്ദനത്തിന് ഉത്തരവാദികളായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ 5 പേരെയും സർവീസിൽ നിന്നും പിരിച്ചുവിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ സമരം KPCC പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അപ്പൊ തീർച്ചയായും ഈ ആവശ്യം നേടിയെടുക്കുന്നതിന് വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതുപോലെയുള്ള സമരമാർഗങ്ങളുമായി മുന്നോട്ട് പോകും എന്ന് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ചിറപ്പുറത്ത് മുരളി അധ്യക്ഷത വഹിച്ചു. 9 വർഷക്കാലം അടിയന്തരാവസ്ഥയിൽ പോലും ഇല്ലാത്ത അതിഭീകരമായ പോലീസിന്റെ ക്രൂരമർദ്ദനത്തിന് വിധേയരായ സാധാരണക്കാരായ കുന്നംകുളത്തെ സുജിത്തിനെ പോലെയുള്ള നിരവധി രക്തസാക്ഷികളെന്ന് തന്നെ പറയാൻ കഴിയും. ആ രീതിയിൽ അതിക്രൂരമായി പോലീസിന്റെ മൂന്നാം മുറയ്ക്ക് പത്രീഭവമായ സംഭവത്തിൽ അതിശക്തമായ പ്രതിഷേധം കായംകുളം സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്കും കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിനുമുണ്ട്. KPCC സെക്രട്ടറി ത്രിവിക്രമൻ തമ്പി, U മുഹമ്മദ്, M വിജയകുമാർ, അരിത ബാബു, അൻസാരി കോയിക്കലത്ത്, ബിജു നസറുള്ള, ശോഭ സുരേന്ദ്രൻ, K നാസർ, പ്രകാശ് ടി പിള്ള, K പത്മകുമാർ, ബിജു ഡേവിഡ്, സുശീല വിശ്വംഭരൻ, MAK ആസാദ്, ബിദു രാഘവൻ, തണ്ടളത്ത് മുരളി, ചന്ദ്രിക തങ്കപ്പൻ, KR രാഹുലൻ,
വൈ ഹാരിസ്, ഇബിനു, PJ അൻസാരി, കൃഷ്ണകുമാർ, വിശാഖ് പത്തിയൂർ, KM ഷെരീഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. പ്രധാന വാർത്തകൾ വീണ്ടും. യൂത്ത് കോൺഗ്രസ് നേതാവ് VS സുജിത്തിനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്ന ആവശ്യം. പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസ്. കൊല്ലം ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ കോൺഗ്രസിന്റെ ജനകീയ പ്രതിഷേധ സദസ്സ്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം. ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി. അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോയ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ തിരികെ എത്തിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവ്. .05 കിലോ കഞ്ചാവുമായി 4 പേർ പിടിയിൽ. കായംകുളം കറ്റാനം സ്വദേശികളാണ് പിടിയിലായത്. കറ്റാനം നാമ്പുകുളങ്ങരയിൽ ഡാൻസ് ഓഫ് സംഘം നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. വിവാഹവസ്ത്രമണിഞ്ഞ് അഞ്ജലിക്ക് നിത്യനിദ്ര. കഴിഞ്ഞ ദിവസം വാഹനാപകടത്തിൽ മരിച്ച തൊടിയൂർ സ്വദേശി അഞ്ജലിയുടെ സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. അന്ത്യോപചാരം അർപ്പിക്കാൻ വൻ ജനാവലി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.